ഗംഗയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ പോവാട്ടോ. ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും സ്ട്രീറ്റ് ഗുരുവായൂരാണെന്ന്. അല്ല കേട്ടോ, കൊറേ സ്ഥലത്ത് പോയിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് ഇറങ്ങിയത്. ആദ്യം ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടില്ല. ഉള്ളതിൽ ഞാൻ നല്ല ഒരെണ്ണം എടുത്തിട്ട് പോന്നു. ചെരുപ്പ് മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ആ മഴയും കുറച്ചൊക്കെ നനഞ്ഞ് കടയിൽ നിന്ന് ഒരു കുടയും മേടിച്ചിട്ടാട്ടോ ഞാൻ ഇറങ്ങിയത്. പിന്നെ ഞാൻ വണ്ടി ഓടിച്ച് സ്ട്രെയിറ്റ് പോയത് ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ്സ് കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് പിടിച്ച് ഷോപ്പ് ചെയ്യണത്. ഒരു സമാധാനമില്ല, നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും. ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ച് ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മാല നോക്കിയിട്ട് മാല കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഒരു തൃപ്തി ആവണുണ്ടായില്ല എനിക്ക്. ഞാൻ ഒരു 2-3 മാല സെറ്റൊക്കെ മാറി വെച്ച് നോക്കിയിട്ടോ, ഏതാണ് ഭംഗിന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഈ കാണുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ വരുന്ന മാല എടുത്തേ. മാലയുടെ കൂടെ ഉണ്ടായിരുന്ന കമ്മല് ഒരു സുഖമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു ജിമിക്കിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ലാസ്റ്റ് എനിക്കൊരു നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ജിമിക്ക് കിട്ടിയേ. പിന്നെ ഓർത്തപ്പോഴാട്ടോ വളയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. വളയും മോതിരവും കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. വള എനിക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു 250 റുപ്പീസിന് സെറ്റായിട്ടും കിട്ടി. അത് മാത്രമല്ല, അവിടുത്തെ ആ ഒരു സ്റ്റാഫ് ചേട്ടനോട് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും എനിക്ക് സെറ്റ് ചെയ്ത് കുറച്ച് നല്ല ഭംഗിയിൽ വള അറേഞ്ച് ചെയ്ത് തന്നെ. മോതിരത്തിന് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു റിങ് നോക്കി എടുത്തിട്ട് നമ്മൾ നേരെ ഗുരുവായൂർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഗുരുവായൂർ എത്താൻ വേണ്ടി ഒരു 1.5 അവർ ഉള്ളതിന് മുന്നായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 20 മിനിറ്റ്സ് ബാക്കിലായിരുന്നു ഉണ്ണിയും ലെസ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവരും കൂടി ജോയിൻ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ അടിച്ചേ. ഈ കാണുന്ന ഹോട്ടലാട്ടോ റെനെ ശ്രീകൃഷ്ണ. ഇവിടെയാണ് ഗംഗയുടെ പരിപാടി നടക്കണം, അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യണതും. അസ്വെച്ച് ഞാൻ സെപ്പറേറ്റ് റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അസ്വെച്ച് എനിക്കൊരു കമ്പനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മേലൊക്കെ കഴുകി പിറ്റേ ദിവസം എക്സൈറ്റ്മെന്റിൽ കിടന്നുറങ്ങി.